രാത്രി 12 കഴിഞ്ഞാൽ കേരളത്തിലെ ചില ഗ്രാമങ്ങളിൽ ആളുകൾ ഇന്നും പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നു. കാരണം ഒടിയൻ ഇന്നും അവിടെയുണ്ടെന്നാണ് വിശ്വാസം. ഒടിയൻ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ രൂപം മാറ്റുന്ന ഒരു ഭീകര ശക്തിയോ? പണ്ടുകാലത്ത് ഒടിയന്മാർ മനുഷ്യരെ നിയന്ത്രിക്കാൻ പോലും കഴിവുള്ളവരായിരുന്നു എന്ന് കഥകൾ പറയുന്നു. ഒടിയൻ എന്ന വാക്ക് ഒടിക്കുക എന്നതിൽ നിന്നാണ് വന്നത്. അവർ അസ്ഥികൾ പോലും ഒടിച്ചു മാറ്റുമെന്നായിരുന്നു വിശ്വാസം. പക്ഷേ സത്യം ഇതിലും ഭയാനകമാണ്. ഒടിയന്മാർ മനുഷ്യരായിരുന്നു. കേരളത്തിലെ പാലക്കാട് പ്രദേശങ്ങളിലാണ് ഒടിയന്മാരുടെ കഥകൾ കൂടുതലായി കേൾക്കപ്പെടുന്നത്. സാമൂഹികമായി താഴ്ന്ന വിഭാഗങ്ങളിൽപ്പെട്ട ചിലർ ഈ രഹസ്യവിദ്യകൾ അഭ്യസിച്ചിരുന്നതായി വിശ്വസിക്കുന്നു. ഒടിയനാകാൻ സാധാരണ പരിശീലനം മതിയാകില്ല. ഒരു ഭീകര യാഗം നടത്തണം. കഥകൾ പറയുന്നു, ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്നുള്ള ജീവൻ ഈ യാഗത്തിൽ ഉപയോഗിച്ചിരുന്നുവെന്ന്. ആ യാഗം പൂർത്തിയായാൽ ഒരു മനുഷ്യൻ ഒടിയനായി മാറും. ഒടിയന്റെ ഏറ്റവും ഭയാനകമായ കഴിവ്, അവൻ ഏത് ജീവിയുടെയും രൂപമെടുക്കാൻ കഴിയും. രാത്രിയിൽ നിങ്ങൾ കണ്ട ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു നായ, അത് ശരിക്കും ഒരു ഒടിയനായിരിക്കാമെന്ന് ചിലർ വിശ്വസിക്കുന്നു. അവർ സാധാരണയായി രാത്രിയിൽ ഒറ്റയ്ക്ക് പോകുന്നവരെ ലക്ഷ്യമാക്കും. ഒടിയൻ നേരിട്ട് ആക്രമിക്കില്ല. അവൻ ആദ്യം നിങ്ങളുടെ മനസ്സിനെ തകർക്കും. നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങൾ, നിങ്ങൾ കാണുന്ന രൂപങ്ങൾ, അവ യാഥാർത്ഥ്യമല്ല. പക്ഷേ ഒടിയൻ നിങ്ങളെ വിശ്വസിപ്പിക്കും. കേരളത്തിലെ ചില ഗ്രാമങ്ങളിൽ ഇന്നും ഒടിയനെക്കുറിച്ചുള്ള സത്യകഥകൾ ആളുകൾ ചുരുണ്ട ശബ്ദത്തിൽ പറയുന്നു. രാത്രിയിൽ കേൾക്കുന്ന അജ്ഞാത ശബ്ദങ്ങൾ, വാതിലിനു പുറത്ത് ആരോ നടക്കുന്നതുപോലെ തോന്നൽ. പുറത്ത് നോക്കാൻ നിങ്ങൾ ധൈര്യപ്പെടില്ല. കാരണം കണ്ടാൽ തിരിച്ചു വരാൻ കഴിയില്ലെന്നവർ വിശ്വസിക്കുന്നു. ഒടിയനെ കാണുന്നവർ അത് മനുഷ്യനല്ലെന്ന് ഉടൻ തിരിച്ചറിയില്ല. അവനെ തിരിച്ചറിയുമ്പോൾ ഇതിനകം വൈകിയിരിക്കും. ഒടിയൻ നേരിട്ട് നിങ്ങളെ ആക്രമിക്കില്ല. അവൻ ആദ്യം നിങ്ങളെ ദുർബലനാക്കും. അവൻ ശബ്ദങ്ങളുണ്ടാക്കും, നിങ്ങൾ അറിയുന്ന ആളുകളുടെ ശബ്ദം പോലെ. നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന ആ നിമിഷം അവൻ അടുത്തെത്തിയിരിക്കും. കഥകൾ പറയുന്നു, ഒടിയൻ ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ അപ്രത്യക്ഷമാക്കും. പിന്നീട് അവനെ ആരും കാണില്ല. അവൻ്റെ കഥ മാത്രം ശേഷിക്കും. പക്ഷേ ഒരു ചോദ്യം, ഒടിയനിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയുണ്ടോ? പഴയ ആളുകൾ പറയുന്നു, ഒടിയൻ ശുദ്ധമായ മനസ്സിനോട് അടുക്കില്ല. ചിലർ വിശ്വസിക്കുന്നത് മന്ത്രങ്ങൾ, യാഗങ്ങൾ ഇവ ഒടിയനെ തടയും. പക്ഷേ ഇതെല്ലാം സത്യമാണോ? അല്ലെങ്കിൽ മനുഷ്യരുടെ ഭയം മാത്രമോ? സത്യം, ഒടിയൻ എന്നത് ഒരു കഥ മാത്രമായിരിക്കാം. പക്ഷേ ആ ഭയം യാഥാർത്ഥ്യമാണ്. ശാസ്ത്രം പറയുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മനുഷ്യന്റെ മനസ്സിന്റെ സൃഷ്ടിയാകാം. രാത്രിയിലെ ഇരുട്ട്, അജ്ഞാത ശബ്ദങ്ങൾ ഇവയെല്ലാം ചേർന്നാൽ നമ്മൾ ഭയപ്പെടാൻ തുടങ്ങും. നമ്മുടെ തലച്ചോർ അജ്ഞാതത്തെ ഒരു രൂപത്തിൽ കാണിക്കാൻ ശ്രമിക്കും. അതാണ് ഒരു സാധാരണ നിഴൽ പോലും ഒടിയനായി തോന്നാൻ കാരണം. പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കി. എന്തുകൊണ്ട് ഈ കഥകൾ ഇത്രയും വർഷങ്ങൾ നിലനിൽക്കുന്നു?